ചിലവർക്ക് അവരുടെ ഫോണുകളിൽ ചില ആപ്പുകളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. എന്നാൽ ആ ഒരു ആപ്പ് അവർ യൂസ് ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ അറിയാനും പാടില്ല. ചിലപ്പം അത് സെക്കൻഡായിട്ടുള്ള ഒരു വാട്സപ്പൊക്കെ ആയേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റിയത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, ഞാൻ യൂസ് ചെയ്യുന്നത് പോക്കോയുടെ ഫോണാണ്. ഇതേ സെയിം സെറ്റിങ്സ് ആയിരിക്കും റെഡ്മിയുടെ ഫോണുകളിലും അതുപോലെ തന്നെ ഷവോമിയുടെ ഫോണുകളിലും വരിക. മറ്റ് ഫോണുകളിൽ സെറ്റിങ്സിൽ ചില ചേഞ്ചസ് ഒക്കെ വന്നേക്കാം. പിന്നെ ചില ഫോണുകളിൽ ഈ ഒരു സെറ്റിങ്സ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്തായാലും എങ്ങനെയാണെന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെക്കൻഡ് സ്പേസ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ ഇങ്ങനെ റിസൾട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടേൺ ഓൺ സെക്കൻഡ് സ്പേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റിംഗ് സെക്കൻഡ് സ്പേസ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. സെറ്റ് നൗ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ ഫോണിൻ്റെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്താൽ പുതിയൊരു പിൻ എൻ്റർ ചെയ്യാൻ പറ്റും. ഈ ഒരു പാസ്വേഡ് ആയിരിക്കും നമ്മുടെ സെക്കൻഡ് സ്പേസിൻ്റെ പാസ്വേഡ്. അത് നമ്മുടെ മെയിൻ ഫോണിൻ്റെ പാസ്വേഡ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ പുതിയൊരു പാസ്വേഡ് കൊടുക്കുന്നതാണ്. ഞാൻ പുതിയൊരു പാസ്വേഡ് കൊടുത്തു. ഓക്കെ കൊടുത്തു. ആ ഒരു പാസ്വേഡ് കൺഫേം ചെയ്യാൻ ശേഷം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ സ്കിപ്പ് കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഫോണിൽ പുതിയൊരു സെക്കൻഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ മെയിൻ ഫോണിലുള്ള ആപ്പുകളൊന്നും ഇതിൽ കാണുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് പുതിയ ആപ്പുകൾ ആഡ് ചെയ്യാം. അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നേരത്തെ പോലെ തന്നെ സെറ്റിങ്സിലോട്ട് പോവാം. സെറ്റിങ്സിൽ പോയിട്ട് സെക്കൻഡ് സ്പേസ് എന്നുള്ളതിനെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് താഴത്തോട്ട് വരിക. എന്നിട്ട് മൂവ് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കും. മെയിൻ ഫോണിൻ്റെ പാസ്വേഡാണ്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആപ്പ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ ഫോണിലുള്ള ആപ്പുകളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇപ്പോൾ നമുക്ക് വാട്സപ്പാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൻ്റെ ലിസ്റ്റിൽ നിന്ന് വാട്സപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ വാട്സപ്പ് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് യൂസ് ഇൻ ബോത്ത് സ്പേസസ് എന്നുള്ളത് കൊടുക്കുക. അത് കൊടുത്താൽ നമുക്കിവിടെ നോക്കിയാൽ വാട്സപ്പ് കാണാൻ പറ്റും. വാട്സപ്പ് സെലക്ട് ചെയ്താൽ നമുക്ക് പുതിയൊരു വാട്സപ്പ് പോലെ ഈ ഒരു വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെപ്പറേറ്റ് ഒരു വാട്സപ്പ് യൂസ് ചെയ്യാം. ഇനി അതല്ല, ഇതിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ പുതുതായിട്ട് തന്നെ സൈൻ ഇൻ ചെയ്യേണ്ടി വരും. നമ്മുടെ മെയിൻ ഫോണിൽ സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളൊന്നും ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് സെപ്പറേറ്റ് ഒരു ഫോൺ പോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് നമ്മളെങ്ങനെയാണ് എക്സിറ്റ് ആവുക എന്ന് വെച്ചാൽ സ്വിച്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് സ്പേസിൻ്റെ പാസ്വേഡ് ചോദിക്കും. അത് എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ സ്വിച്ചിങ് എന്നുള്ളത് കാണിക്കും. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ മെയിൻ സ്ക്രീനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിലേതെങ്കിലുമൊക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിക്കില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, യൂസ് ഇൻ ബോത്ത് സ്പേസസ് എന്ന് കൊടുത്താൽ രണ്ടിലും കാണിക്കും. അതല്ല യൂസ് ഇൻ സിംഗിൾ സ്പേസ് മാത്രമാണെങ്കിൽ ആ ഒരു സ്പേസിൽ മാത്രമേ അത് കാണിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് മറ്റുള്ളവർ കാണാതെ ഏതെങ്കിലുമൊക്കെ ആപ്പുകൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡാറ്റാസൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.